ഹല്ലേലൂയ 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 കർത്താവേ യേശുവേ യേശുവേ യേശുവേ. ഇതെന്താ വിഷയം എന്ന് പറയണത്? ഞാൻ അവരോട് പറഞ്ഞെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ഒരു ചുമതലയാണ്. നിങ്ങളുടെ ദൈവവും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൽ അത് വ്യാഖ്യാനിച്ച് തരേണ്ടത് വരണത്. പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ രീതികൾ മനസ്സിലാക്കും. കൃപാസനത്തിൽ എൻ്റെ മക്കൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സങ്കല്പമായിട്ട് ഇവിടെ ചെയ്തിരിക്കണമല്ല. ജീവിക്കണ ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇല്ലേ? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, സത്യദൈവവുമായി വ്യക്തിപരമായി ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ, ശക്തി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ അതാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഇത് പാലിച്ചു കൊണ്ടുപോകാനുള്ള. അപ്പോൾ ഒരു കാരണവശാലും പച്ചത്തിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങരുത്. കാര്യം ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. ഉടമ്പടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ? ഉടമ്പടി വിഷയങ്ങളെ ഇപ്പോൾ ഒരു അമ്മച്ചി സാക്ഷ്യം പറഞ്ഞ്, അമ്മച്ചി എന്താ സാക്ഷ്യം പറഞ്ഞത്? അമ്മ വീട്ടിൽ ചെന്നപ്പോൾ മകൻ വിളിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ അച്ഛനെ കണ്ടോയെന്ന് ചോദിച്ചു, ഇല്ലേ? അതിന് മറുപടി അമ്മച്ചിക്ക് ഇല്ലായിരുന്നു. അമ്മച്ചി നുണയാ പറഞ്ഞു. പക്ഷെ അത് അമ്മയെ അടിസ്ഥാനപ്പെടുത്തിയാണത് പറഞ്ഞത്. അവന് മകൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാ അച്ഛനെ കണ്ടു, അച്ഛൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരു പുതുവത്സര സമ്മാനം നിനക്ക് തരുമെന്ന് പറഞ്ഞു, ഇല്ലേ? പുതുവത്സരം. ഈ വത്സരങ്ങൾ, വർഷങ്ങൾ, ഡേറ്റുകൾ, മാസം, സമയം, ഇതൊക്കെ കൃപാസനത്തിലെ അമ്മയുടെ വിഷയങ്ങളാണ്. എങ്ങാനും ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് ഇന്ന് എത്രയോ പേരാ അത് പറഞ്ഞത്? സ്വാധീനമുണ്ടെന്ന്. അധികാരമുണ്ടെന്ന് ഞാൻ പറയണില്ല. അധികാരം ദൈവത്തിനല്ലേ? ദൈവത്തോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് സ്വാധീനം വരുന്നത്. അപ്പോൾ അവർ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു പുതുവത്സരത്തിൽ. അപ്പോൾ ആ ഡേറ്റിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അമ്മ പാറ പോലെ അങ്ങനെ ആ ഡേറ്റിൽ ഉറച്ച് നിൽക്കുക, ചലിക്കാതെ നിൽക്കുകയാണ്. അപ്പോഴങ്ങനെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ഉടമ്പടി നിബന്ധനകളിൽ ഉറച്ചു നിൽക്കണമെന്ന് വിചാരിച്ചോ? അപ്പം നമ്മൾ ആരായി മാറും? പാറയായിട്ടാണ് മാറുന്നത്. പിന്നെ ഭവനം പണിയാൻ എളുപ്പമായിരിക്കും ദൈവത്തിന്. ഉടമ്പടി നിബന്ധനകളെ നമ്മളെ ആരാക്കി മാറ്റും? പാറയാക്കി മാറ്റും. നിബന്ധനകളാണ് പ്രശ്നം. ഉടമ്പടി നിബന്ധനകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴേ പത്രോസ് കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യനെ ഭൃത്യൻ്റെ പെട്ടലിക്കിട്ട് വെട്ടിയില്ലേ വാളൂരി? അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? നിൻ്റെ വാള് ഉറയിലിടുക എന്ന് പറഞ്ഞല്ലേ? പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം, യോഹന്നാൻ്റെ സുവിശേഷം 18:11, നിൻ്റെ വാള് ഉറയിലിടുക. പക്ഷേ ആ ഒരു കാലാവസ്ഥയിൽ പത്രോസിനോട് ഈശോ അങ്ങനെ പറയണത് ബുദ്ധിപരമാണോ? അല്ല. കാര്യം കർത്താവിന് കൈകൊണ്ട് പോലും പത്രോസിനെ സഹായിക്കാൻ പറ്റാത്ത രീതി കൈ വെട്ടിച്ചിരിക്കുക. ഉള്ള കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും രാജ്യം വിട്ടു പോയി. പത്രോസ് ഒറ്റയ്ക്ക് നിന്ന് കർത്താവിന് വേണ്ടി പൊരുതുക. അപ്പോഴേ ശത്രുക്കളെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ പത്രോസിനവിടെ നിൽക്കക്കല്ലുണ്ടോ? നിൽക്കാൻ പറ്റുമോ? അവൻ ഒറ്റക്കല്ലേ ഉള്ളൂ, അല്ലേ? അവരുടെ കയ്യിലൊക്കെ നിറച്ച് വാളുണ്ട് താനും. അപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ വാള്
എല്ലാവരുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുന്നു. പത്രോസ് അതിൽ ധൈര്യം കാണിച്ച് വെട്ടുകയും ചെയ്തു. പത്രോസിന് ഉള്ള വാള് കൂടി ഒഴിവാക്കാൻ പറയാൻ പറ്റുമോ? പറയണ ബുദ്ധിയാണോ? ഇല്ല. തടുക്കാൻ പോലും കയ്യിലൊന്നും ഉണ്ടാകത്തില്ല അവർ വെട്ടുകയാണെങ്കിൽ. പക്ഷെ എന്നിട്ടും കർത്താവ് പത്രോസിനോട് പറഞ്ഞു, വാള് ഉറയിലിടാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇടക്ക് ഓർക്കുകയെ, യൂദാസിനോടാണെങ്കിൽ കർത്താവ് പറയത്തില്ല. എന്താ? അവന് വാൾ ഉറയിലിടത്തില്ല. പിന്നെ ഇപ്പം ചാകാൻ പോകുമ്പോഴാണെങ്കിൽ വാൾ കൂടി ഉടറിയിട്ട് അവരെന്നെ കഷ്ണം തിരിക്കും. എന്ത് വചനമാണെന്ന് ഞാൻ ജീവൻ പണയം വെച്ചുള്ള പണിക്ക് ഞാനില്ല. യൂദാസ് വാൾ ഉറയിലിടത്തില്ല. യൂദാസിനോടാണ് കർത്താവ് വാൾ ഉറയിലിടാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂദാസ് പറയും, കർത്താവ് ഇപ്പം എല്ലാം ഞാൻ അനുസരിക്കും, ഇപ്പം അനുസരിക്കത്തില്ല. അനുസരിച്ച് കഴിഞ്ഞാൽ ഇവരെൻ്റെ പെടലിയെടുക്കും. ഇപ്പം ഞാൻ വാളുറയിൽ വചനം അനുസരിക്കുന്നത് വിവേകമല്ല. ജീവൻ പണയം വെച്ചുള്ള വചനം അനുസരിക്കലൊന്നും വേണ്ട, ഇല്ലേ? അതാണ് സംഭവം. എന്തുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു വാളുറയിലിടാൻ? എന്താ? അവനവൻ്റെ ജീവനേക്കാളും കർത്താവിൻ്റെ വചനം അനുസരിക്കുമെന്ന് കർത്താവ് പത്രോസിൽ വിശ്വസിക്കുന്ന കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങ് നൽകുന്ന വചന പ്രബോധനത്തെ നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും വചനത്താൽ സ്പർശിച്ച് അഭിഷേകം ചെയ്തതിനെ നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചു കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു കർത്താവേ. ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോൾ നീ എന്താണ് കരുതേണ്ടത്? ചില പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നിന്നെ നിർബന്ധിക്കുമ്പോൾ എന്താണ് നീ കരുതേണ്ടത്? നിന്നെ കർത്താവ് പത്രോസിൻ്റെ സ്ഥാനത്ത് കാണുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ അല്ലെങ്കിൽ പാലിക്കാൻ പ്രയാസമുള്ള വചനങ്ങൾ പാലിക്കാൻ നീ ബാധ്യസ്ഥമായി തീരുമ്പോൾ, അത് നിന്നോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നിന്നെ ആരായിട്ട് കരുതുന്നു? പത്രോസായിട്ട് കരുതുന്നു. പത്രോസായിട്ട് കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും? എന്ന് വിളിക്കും. പത്രോസായിട്ട് നിന്നെ കരുതിയാൽ കർത്താവ് നിന്നെ എന്തെന്ന് വിളിക്കും? റോക്ക്. I am this rock, I shall build my church. അല്ലേ? ഞാൻ നിന്നെ പാറയെന്ന് വിളിക്കും. പിന്നെ എന്താ കർത്താവ് പറയണ അടുത്ത വാക്കിൽ? ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. ദൈവവേദലേ, നിന്നെ പാറയെന്ന് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ കർത്താവിന് നിൻ്റെ മേൽ ആധ്യാത്മിക ഗോപുരങ്ങൾ, സ്വർഗീയ ജലസരം പണിയാൻ എളുപ്പമായിരിക്കും. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം? ദൈവവചനം കേൾക്കുകയും, ഒന്ന് പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷമാണ് 7:24. മത്തായി 7:24. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. മക്കളെ, ദൈവവചനം കേൾക്കുകയും പറഞ്ഞ് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? ഒന്ന് ദൈവവചനം കേൾക്കുക, രണ്ടാമത്തെ എന്താണ്? അതാണ് സംഭവം. ഇപ്പം നമ്മൾ ഉടമ്പടി നിബന്ധനകളിലൂടെ അതാണ് ചെയ്യണത്, ഇല്ലേ?
ഉടമ്പടി നിബന്ധനകൾ നമ്മളെ പാറയാക്കി മാറ്റുമെന്ന് പറഞ്ഞ കാര്യം അതാണ്. കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിയ, എൻ്റെ ഹസ്ബൻഡ് ജിബി. ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഈ വർഷം അഖണ്ഡ ജപമാല റാലിക്ക് വേണ്ടി കാനഡയിൽ നിന്ന് വന്നതാണ്. ഒക്ടോബർ 19 അവിടുന്ന് ഫ്ലൈറ്റ് കയറിയത്. ഒക്ടോബർ 18 തലേദിവസം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ സെയിൻറ്റ് ജോസഫ് ചർച്ച് മൂസ്റ്റോ കാനഡ അവിടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ജപമാല റാലി നടത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട്. ഈ തവണ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അറിഞ്ഞു എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു എന്ന്. അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുമായിരുന്നു. ആ ഫ്യൂണറലിന് സംബന്ധിക്കാനും ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമുണ്ടായി. ഫ്യൂണറലിന് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ മരണവാർത്ത അറിഞ്ഞിട്ട് വന്നതാണെന്ന്. അല്ല, 7 മാസം മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ്. എൻ്റെ ഇത് 4ാമത്തെ സാക്ഷിയാണ്. 2 തവണ ഗൂഗിൾ മീറ്റിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒരു തവണ 2 വർഷം മുമ്പ് 2023 ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. 2ാമത് ഉടമ്പടി പുതുക്കി. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നു, അതിനുവേണ്ടി പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. എന്നും പ്രാർത്ഥിക്കുന്നത് ഒന്നേ ഉള്ളൂ, കൃപാസനം ഉടമ്പടിയിൽ പൂർണ്ണമായും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ 2023 മുതലുള്ള 2 വർഷത്തെ സാക്ഷിയാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അതിക്ക് മുകളിലെല്ലാം പറഞ്ഞതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 2019 സെപ്റ്റംബർ 9 എൻ്റെ ഹസ്ബൻഡ് കാനഡയിലെത്തിയത്. അത് 7 വർഷം ട്രൈ ചെയ്തിട്ട് നടക്കാതിരുന്നത് വെറും 7 ദിവസം കൊണ്ടാണ് കൃപാസന മാതാവ് നടത്തി തന്നത്. ലാസ്റ്റ് ഫ്ലൈറ്റ്, ലാസ്റ്റ് ടിക്കറ്റിനാണ് എൻ്റെ ഹസ്ബൻഡിനെ കാനഡയിൽ എത്തിച്ചത്. അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ദിവസം 2019 സെപ്റ്റംബർ 9. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉടമ്പടി 3 മാസമാണ്. കറക്റ്റ് 3-ാം മാസം ഡിസംബർ 9 എൻ്റെ കാനഡ വിസ വന്നു. എൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു അത്. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ പോയി. വിത്തിൻ 5 ഇയേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയും PR കിട്ടിയെന്ന്. ഞങ്ങൾക്കിവിടെ സിറ്റിസൺഷിപ്പിൽ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. അത് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപാസനം മാതാവിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതുകൊണ്ട് മാത്രം ലഭിച്ച കാര്യമാണ്. കാരണം ഞങ്ങളൊരു ഏജൻറ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ ഏജൻറ്റിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എക്സ്ട്രാ കാശ് ചിലവില്ല. ഞങ്ങൾക്ക് ഇതെങ്ങനെ പേപ്പർ വർക്ക് ചെയ്യുന്ന പോലും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഉടമ്പടിയിൽ പൂർണ്ണമായി ജീവിക്കുക, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക. സിറ്റിസൺഷിപ്പ് ഒക്ടോബർ 23 2024 കഴിഞ്ഞ വർഷം. അതിനുശേഷം ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഞങ്ങൾക്ക് OCA എന്ന് പറയുന്ന കാർഡ് കിട്ടണം. കൃപാസനത്തിലേക്കുള്ള വരവിന് മാത്രം ഭയങ്കര തടസ്സമാണ്. കഴിഞ്ഞ വർഷം ഞാൻ 3ാമത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത്. 4 ദിവസത്തേക്കാണ് സാക്ഷ്യം വന്ന് പറഞ്ഞിട്ട് പോയത്. കാരണം അത്രയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ 4 ദിവസത്തേന് ബുക്ക് ചെയ്ത് വന്നത്. ഈ വർഷം OCA കിട്ടാൻ വേണ്ടി ഏകദേശം 7 തവണയോളം എൻ്റെ ഹസ്ബൻഡിന് റിജക്ഷൻ വന്നു. സർട്ടിഫിക്കറ്റ് അയക്കുക, തിരിച്ചു വരിക, അയക്കുക, തിരിച്ചു വരിക. എൻ്റെയും ഏകദേശം ഒരു 4 തവണ റിജക്ഷൻ വന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കൃപാസനത്തിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, ബാക്കി മാതാവ് തലേ ദിവസം OCA തരും. അതുപോലെ തന്നെ മാതാവ് 1 മാസം മുമ്പ് മാതാവ് OCA തന്നു. ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്ന സെയിൻറ്റ് ജോസഫ് ചർച്ച് മൂസ്റ്റോ, അവിടെയാണ് ഞങ്ങളെ ഇടവക. ഞാൻ പറഞ്ഞു, അവിടെ ഏകദേശം 1200 ഇടവകക്കാരുണ്ട്. ലോകത്തിലെ എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കനേഡിയൻ ചർച്ചാണത്. അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. ഞാൻ അൾത്താരയിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. ഏകദേശം വീക്കെൻഡ്സിലൊക്കെ 300 പേരോളം 350 പേരോളം കുർബാനയ്ക്ക് വരുന്നുണ്ട്. അത്രയും പുരാതനമായൊരു ഇടവക പള്ളിയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യാനും അവിടെ എല്ലാ ഫ്യൂണറൽ സർവീസിനൊക്കെ ആണെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. കാരണം അവിടെ പേയ്മെൻ്റ് ഉണ്ട്. ഞാൻ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ
നമുക്ക് കർത്താവാണ്, തമ്പുരാനാണ് ഏറ്റവും വലുത്, പേയ്മെൻ്റ് അല്ലല്ലോ. അത് കാരണം എന്നെ എല്ലാ സർവീസിനും വിളിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അവിടെ സൗണ്ട് സിസ്റ്റം, കൊയർ, അതുപോലെ തന്നെ പ്രൊജക്ഷൻ, റീഡിങ്, എല്ലാ കാര്യങ്ങളിലും ഹസ്ബൻഡ് പങ്കെടുക്കാറുണ്ട്. വീക്കെൻഡ്സിൽ പള്ളി പൂട്ടി ഇറങ്ങുന്നതും അവിടുത്തെ ഒട്ടുമിക്ക വേലകൾ ചെയ്യുന്നതും ഞങ്ങളാണ്. അതിന് പാപികളായി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഇതൊക്കെ കുഞ്ഞുനാൾ മുതലേ ഉള്ള ഏറ്റവും ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ആഗ്രഹങ്ങളാണ്. അത് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കൃത്യമായ ദിശയിലൂടെ നയിക്കും. ഇവിടെ ഫിസിക്കൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല ശരിക്കും ഇതിൻ്റെ അർത്ഥം. കൃപാസന ഉടമ്പടിയുടെ അത് നിത്യതയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, അതിലേക്കുള്ള വഴിയാണ്. പിന്നെ ഞങ്ങൾ കൃപാസനത്തിൽ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന രാവിലെ എഴുന്നേൽക്കും. 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേക്കും, ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇതുപോലെ തന്നെ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന. പിന്നെ ഞങ്ങളിപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും 2 വണ്ടിയിലാണെങ്കിലും അവിടെ സ്പീക്കർ ഓൺ ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഞങ്ങൾ വണ്ടി ഓടിക്കുകയുള്ളൂ. അതിൻ്റെ സംരക്ഷണം ഭയങ്കര വലുതാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സൈഡിലുള്ള വണ്ടി പോലും കാണത്തില്ല, പക്ഷേ മുട്ടാതെ പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു സൈക്കിൾ എൻ്റെ വണ്ടിക്ക് വട്ടം ചാടി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ആരാ ബ്രേക്ക് പിടിച്ചതെന്ന്. അതുപോലെയുള്ള സംരക്ഷണമാണ് എനിക്ക് കൃപാസനത്തിൽ നിന്ന് കിട്ടിയത്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്: ദൈവസ്വാതന്ത്ര്യം, ദൈവസമാധാനം, ദൈവസംരക്ഷണം. ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ പോന്നപ്പം ഞങ്ങൾക്ക് വീട് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് കൃത്യം ഞാൻ ഡിസംബർ 25 കൃത്യം 10:40 റജേന എയർപോർട്ടിൽ മാതാവിനെ എത്തിച്ചത്. അതേ സെയിം ടൈമിൽ 2 വർഷങ്ങൾക്കിപ്പുറം 2019 ഡിസംബർ 25 10:40 റജേന എയർപോർട്ടിൽ എത്തിച്ചു. 2021 ഡിസംബർ 25 കൃത്യം 10:40 സെയിം ടൈമിലാണ് മാതാവ് സ്വന്തമായിട്ടൊരു ഭവനത്തിൻ്റെ കീ തന്നത്. ഏകദേശം 15 സെൻറ്റോളം സ്ഥലമുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾ പോരാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലുള്ള അമ്മച്ചി വീടിൻ്റെ അകത്തും, റൈറ്റ് സൈഡിലുള്ള അമ്മച്ചി വീടിൻ്റെ പുറവും ഫ്രണ്ടിലും ബാക്കിലും, അതുപോലെ തന്നെ തൊട്ടപ്പുറയുള്ളൊരു ഡേവിഡ് എന്ന് പറഞ്ഞ, എല്ലാവരും കനേഡിയൻസാണ്. പുള്ളിയാണ് ഞങ്ങളുടെ വണ്ടികളും ഗ്രാജും എല്ലാം നോക്കുന്നത്. ഇതൊക്കെ മാതാവിൻ്റെ സംരക്ഷണമാണ്. നമ്മുടെ ഒരു കഴിവുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഫ്രണ്ടിലും ബാക്കിലുള്ള ഡോറുണ്ട്. 2 ഡോറും ക്രോസ് ചെയ്യണമെങ്കിൽ കൃപാസനം തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പറ്റിയിട്ടേ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. കാരണം അതിൻ്റെ സംരക്ഷണം ഈ 2019 സെപ്റ്റംബർ 9 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് തെളിവുകളുണ്ട് ആര് ചോദിച്ചാലും. കാരണം PR ഒക്കെ കിട്ടിയത് എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നവംബർ 24 എൻ്റെ വർക്ക് പെർമിറ്റ് തീരണു. അന്ന് രാവിലെ കൃത്യം 10 മണിക്ക് PR കയ്യിൽ. അപ്പം ഇതൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ 2 വർഷത്തിനിടയിൽ കൂടുതലും കിട്ടിയത് മറ്റുള്ളവർക്കുള്ള അനുഗ്രഹമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കരഞ്ഞ്, ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് സമയം എടുത്തായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കുള്ള അനുഗ്രഹം പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അപ്പം തന്നെ അവർക്ക് കിട്ടും. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് അത് വലിയൊരു കേസായിരുന്നു. കേസ് പോകേണ്ട കാര്യമായിരുന്നു, ഡീപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം വരെ എത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് തരാമോ, സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ കൃപാസനത്തിൻ്റെ വലിയ ഭക്തനാണ് ഞാൻ. 1 മാസമായിട്ട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇന്ന് 4 മണിക്ക് മുമ്പ് ഒരു റിപ്ലൈ തന്നിരിക്കണം, അവർ വിളിക്കണം. അതുപോലെ തന്നെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും അന്ന് തന്നെ 1 മാസം കിട്ടാതിരുന്ന റിപ്ലൈ വന്ന് പിറ്റേ ദിവസം മീറ്റിംഗ് വെച്ചു. ആ കേസൊക്കെ സോൾവായി. അത് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് വന്നു, അല്ലെങ്കിൽ അത് ഡീപ്പോർട്ട് ചെയ്യേണ്ട കേസായിരുന്നു. അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ വെച്ച കാര്യമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വീട്, അതും വാൻകോവറിൽ. അതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല നമുക്ക്. അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ചത്. അതെനിക്കിവിടെ പറയാൻ സാധിക്കില്ല, ബ്രദർ വന്നിട്ടില്ല. ഇതുപോലെ ഒരുപാട് പേർക്കുള്ള അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു വെക്കേഷന് പോയി ബാൻഫ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വളരെ ഇടുങ്ങിയ വഴികളാണ്, ഭയങ്കര തിരക്കുമാണ്, എല്ലായിടത്തും സിഗ്നലും ഉണ്ട്. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ അടുത്ത് എത്തുമ്പോൾ 4 കൂടി ഒരു കവലയായിരുന്നു.
4 ക്യാമറകളുണ്ടായിരുന്നു, സിഗ്നൽ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്. പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ റെഡ് ലൈനിൽ ക്രോസ് ചെയ്തു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഷോക്കായി. കാരണം പൈസ പോകുന്നത് മാത്രമല്ല, നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യും. മാതാവ് തന്ന ക്രെഡിറ്റ് സ്കോറാണ് എനിക്ക്, അതൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കണെയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പാർക്കിങ്ങിലേക്ക് അവിടെ മാറ്റി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം ബാക്കിൽ വന്ന ആൾ വേറെ ഒരു രാജ്യക്കാരനാണ്, വിയറ്റ്നാമിയോ അങ്ങനെ എന്തോ ആയിരുന്നു, വിയറ്റ്നാമീസ്. അപ്പോൾ പുള്ളി വണ്ടി നിർത്തി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്, നിങ്ങൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം, നിങ്ങൾ റെഡ് ലൈനിലാണ് ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാമറ ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴും അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവ് 2 സെക്കൻഡ് നേരത്തേക്ക് ആ 4 ക്യാമറയും ഒന്ന് ഓഫാക്കിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അത് ഒന്നും ഞങ്ങൾക്ക് ഫൈൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ പോലീസ് വണ്ടിയുടെ ബാക്കിലുണ്ടെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും. പിന്നെ അവർ ഏത് വഴി പോകുന്നു നമുക്കറിയത്തില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഭയങ്കരം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ സംരക്ഷണവും സമാധാനവും. പിന്നെ ഞങ്ങളിപ്പോൾ രാവിലെ എനിക്ക് അച്ഛൻ ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. അതുപോലെ തന്നെ എനിക്ക് കുർബാന ഞാൻ ഒരിക്കലും മുടക്കത്തില്ല, എന്നും പള്ളിയിൽ പോകും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അത് പല സമയത്താണ്. ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച കുർബാനയില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും കുർബാനയുണ്ട്. അത് പല സമയങ്ങളിലുമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഫുൾ ടൈം ജോബില്ലാതെ നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കുർബാന മുടങ്ങാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജോബെല്ലാം ക്വിറ്റ് ചെയ്യും, ഗവൺമെൻറ് ജോബാണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും. എനിക്ക് അങ്ങനെ ക്വിറ്റ് ചെയ്തപ്പം ഇവിടത്തെ പോലെയല്ല, അവിടെ കാഷ്വൽ ജോബായി മാറും അത്. അങ്ങനെ എനിക്ക് 5 ജോബായി. 5 എന്ന് പറഞ്ഞാൽ 3 ഗവൺമെൻറ് സ്ഥാപനത്തിൽ, സസ്കച്ചൻ ഹെൽത്ത് അതോറിറ്റിയിൽ, 1 സെമി ഗവൺമെൻറ്, 1 പ്രൈവറ്റ്, ഇങ്ങനെ 5 സ്ഥാപനങ്ങളിൽ. പിന്നെ ഇപ്പം ഞാൻ ഫുൾ ടൈം പള്ളിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ 2 സ്ഥലത്തേ പോകുന്നുള്ളൂ, ഒന്ന് പ്രൈവറ്റും ഒന്ന് ഗവൺമെൻറ്റും. ഇത് എൻ്റെ യാതൊരു യോഗ്യതയോ മെറിറ്റും ഇല്ല. ഇത് ഓരോ ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേൾക്കും, അച്ഛൻ എന്താ പറയുന്നതെന്ന് കേൾക്കും. പിന്നെ ഓരോ സാക്ഷ്യങ്ങളിൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. ഈ ലാസ്റ്റ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് 3 ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ മതി, 4 ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ ടൈം ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ, അതായത് പള്ളിയിൽ വേല ചെയ്യാനും ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുമുള്ള സമയം. അതൊരു കാനഡയിൽ അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും വിശ്വസിക്കുക പോലുമില്ല. പക്ഷേ ഇത് വാസ്തവമാണ്. എനിക്ക് 3 ദിവസം ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ, അത് ഫുൾ ടൈമാണ്, 12.5 hour. ഈ ജോലിയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ഇവിടെ 5:30 എന്ന് പറയുന്ന അവിടെ കറക്റ്റ് വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായന കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡ്യൂട്ടിക്ക് പോയിട്ട് പിറ്റേ ദിവസം ഞാൻ ഒരു നേഴ്സുള്ളൂ, എനിക്ക് 7 കെയർ സ്റ്റാഫുണ്ട്. ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇൻചാർജ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ സമയത്തിന് ദൈവം ബ്രേക്ക് എടുക്കാനുള്ള അവസരമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം 2 ബ്രേക്ക് എടുക്കും. ആദ്യത്തെ ബ്രേക്കിന് ഞാൻ ഉറങ്ങും, 2ാമത്തെ ബ്രേക്കിന് അതായത് 4:45 o'clock എൻ്റെ ബ്രേക്ക് എടുക്കും. ഞാൻ ചാപ്പലിൽ പോയിരുന്ന് ജപമാല ചൊല്ലി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ വീഡിയോ കോളിലാണ് രാവിലത്തെ പ്രഭാത പ്രാർത്ഥന. അത് ശരിക്കും എൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് ഡിമാൻഡുകളുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരിക്കലും ഞായറാഴ്ച ജോലി ചെയ്യത്തില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. അഥവാ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ആ കാശ് എടുക്കാറില്ല. എനിക്കങ്ങനെ 2 തവണ കാനഡയിൽ ആളില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മൾ ആ കാശ് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യത്തില്ല. പിന്നെ എനിക്ക് സന്ധ്യാപ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് മുടങ്ങാൻ പാടില്ല. പിന്നെ എല്ലാ കുർബാനയ്ക്കും എനിക്ക് അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ട് ജോലി തരാൻ ദൈവത്തിന് സാധിക്കും കൃപാസന മാതാവിലൂടെ. നിങ്ങൾ ഉടമ്പടി എടുക്കൂ, നിങ്ങൾക്കും കിട്ടും. അതുപോലെ തന്നെ അതൊരു വലിയൊരു കുടുംബ സമാധാനമാണ്. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ബൈബിൾ വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് മലയാളികളൊന്നുമല്ല, പല രാജ്യക്കാരാണ്, ആഫ്രിക്കൻസ്, ഫിലിപ്പിനോസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ അവർ കേൾക്കും. എൻ്റെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും ദൈവത്തെ എപ്പോഴും പുകഴ്ത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ചിന്തിക്കും, ഇന്ന് എന്താ ചെയ്യേണ്ടത് പുതിയതായിട്ട്. അപ്പം ഓരോ ദിവസം എൻ്റെ ഉടമ്പടി പുതുക്കാൻ ശ്രമിക്കും.
മഹാപാപിയാണ് ഞാൻ. അപ്പം എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഉടമ്പടി എങ്ങനെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ റിപ്പോർട്ട് വായിച്ച് കഴിഞ്ഞിട്ട് രാവിലെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവരും കൂടെ ചെന്നൊരു ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും കേൾക്കും. അങ്ങനെ അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കാൻ ഞാൻ പോകുമ്പോൾ അവിടെ കെയർ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൈ പൊക്കിയിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു സ്വർഗീയ അനുഭവമാണ് ജോബ് പ്ലേസിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഏറ്റവും വലിയ ആനന്ദം. പിന്നെ സംരക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഉടമ്പടി ധ്യാനം കേൾക്കുക. അതിനകത്ത് അച്ഛൻ കൃത്യമായ മറുപടി പറയും. അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. 2-3 പറയാം. ഞാൻ ബാങ്കിൽ ലോണിന് വേണ്ടി, വീടിൻ്റെ ലോണിന് വേണ്ടി ക്യൂ നിൽക്കുമ്പം 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഏകദേശം ഞാൻ ഇത്ര നേരത്തെ ചെന്നു, 2:45 ആയി. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ അന്ന് കൊറോണയുടെ സമയമാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ പുറത്ത് ക്യൂ നിന്നപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു ഒരു ഉടമ്പടി ധ്യാനം ഓൺ ചെയ്തപ്പോൾ അച്ഛൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ബാങ്കിൻ്റെ മുമ്പിൽ ലോണിന് വേണ്ടി ക്യൂ നിൽക്കുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അതെ അച്ഛൻ പറ. അപ്പോൾ അച്ഛൻ പറയുന്നത് തമ്പുരാൻ കൈവിട്ട കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എന്താവും. പിന്നെ എൻ്റെ ടേണെത്തി ഞാൻ ആളെ കണ്ടു, അപ്പോയിൻമെൻ്റ് എടുത്ത ആളെ കണ്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞ എൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓൺ ചെയ്തപ്പോൾ അത് ഏത് ദിവസത്തെ ധ്യാനമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ആ ബാങ്കിൽ നിന്ന് എനിക്ക് അന്ന് തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ ബാങ്കിൽ നിന്നല്ല എനിക്ക് ലോൺ കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക രാത്രി. അപ്പോൾ ഉടമ്പടി ധ്യാനം ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം മീൻ വറുത്തിട്ടുണ്ട്, മോരുണ്ട്. അപ്പോൾ ഞങ്ങൾ മോരും കൂട്ടി ചോറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഈ മീനിന് നല്ല മുള്ളുണ്ട് കേട്ടോ, സൂക്ഷിച്ച് കഴിക്കണം എന്ന് പറഞ്ഞ് അപ്പം തന്നെ അച്ഛൻ പറയുന്നത്, നിങ്ങൾ ചോറിൻ്റെ കൂടെ മോരൊഴിച്ച മീൻ കൂട്ടി കഴിക്കണമെങ്കിൽ നിങ്ങൾ മുള്ള് മാറ്റിയിട്ടല്ലേ കഴിക്കണേന്ന്. ഇത് ഏത് ദിവസത്തെയാണെന്ന് അറിയത്തില്ല, പക്ഷെ കേട്ടവരുണ്ടാകും. ഇതൊക്കെ തെളിവാണ്, ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് 12.5 hours ആയതുകൊണ്ട് 3 ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ മതി. അത് ഫുൾ ടൈം ആയതുകൊണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്ത് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ ഇരുന്നപ്പം ഞാനിങ്ങനെ ഓർത്തു, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാം, അച്ഛൻ എന്താ പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഇതാണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ പൊങ്ങച്ചൻ പറയാൻ വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ കൃത്യമായ ആവശ്യം എന്താണെന്ന് ദൈവത്തോട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ കുറച്ച് നേരം കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതുപോലെ തന്നെ ജോലിക്ക് കയറി ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ജോലി തരുക ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കരുത് അവിടെ നല്ല ജോലി കിട്ടാൻ എളുപ്പമുള്ള സ്ഥലമാണ്. ഭയങ്കര പാടാണ്. 1 വർഷമായിട്ടും ജോലി കിട്ടാൻ പാടുള്ളവരുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ന് പള്ളിയിലേക്ക് വാ, അവിടെ എടുത്ത് വെച്ചേക്കുക. PR, ജോലി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ അല്ലേ അൾത്താരയിൽ എടുത്ത് വെച്ചേക്കുക. നിങ്ങളൊന്ന് വന്നാൽ മതി. അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്മമാരോട് എനിക്ക് പറയാനുണ്ട്, പലരും ഉടമ്പടി എടുത്ത് പോയവരാണ്. അവരുടെ മക്കൾ നിങ്ങളുടെ ഉടമ്പടിയിൽ കാനഡയിലൊക്കെ എത്തി. പക്ഷേ ഞാൻ കാണുന്ന കുറേ കുട്ടികളൊന്നും പള്ളിയിൽ വരാറേ ഇല്ല. അപ്പം ഞാൻ പറയും, മോളുടെ അമ്മയുടെ ഉടമ്പടിയിലാട്ടോ ഇവിടെ എത്തിയേക്കണേ എന്ന് പറയും. അങ്ങനെ ഞാൻ ആരെ കണ്ടാലും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ പള്ളിയിൽ വാ, പ്രാർത്ഥിക്ക്, കൃപാസനത്തെക്കുറിച്ച് പറയും, അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണ് മിക്കവാറും ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പം വണ്ടി സൈഡിൽ ഒതുക്കി, അപ്പോൾ കരയുമായിരിക്കും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും. കരഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒതുക്കി സാക്ഷ്യം ഷെയർ ചെയ്തിട്ടാണ് തുടർന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കുടുംബ സമാധാനമാണ്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ഞാനൊരു MSc നഴ്സാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പിൽ 2000 രൂപയായിരുന്നു അന്ന് കിട്ടിയത്, 2008. അന്ന് അതിൻ്റെ 200 രൂപ അന്ന് മുതൽ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ദൈവത്തിൻ്റെ കൃപ, ദൈവം തന്നത് ഏകദേശം 60,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ അറിയാത്തവരുടെ കൈകളിലേക്കാണ് പോകുന്നത്. പിന്നെ ആരുടെ കയ്യിലാണ്, ആര് വന്ന് ചോദിച്ചാലും എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ തവണ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഞങ്ങളുടെ പേരൻസിന് ഞങ്ങൾ അക്കൗണ്ടിൽ അയക്കാറുണ്ട്, പക്ഷേ അത് കൈ കൊടുക്കുന്ന അതൊരു വേറൊരു സുഖമല്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു നിശ്ചിത തുക ഞങ്ങൾ 2 പപ്പമാർക്കും മമ്മിമാർക്കും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ വീട്ടിൽ ചെന്നപ്പം ഞാൻ എൻ്റെ പപ്പയ്ക്ക്
കൊടുത്തു. അപ്പം പപ്പ വാങ്ങിച്ചില്ല. അപ്പം പപ്പയ്ക്കറിയാം എൻ്റെ അവസ്ഥ. നമ്മുടെ കൊടുക്കുന്നവരുടെ കയ്യിൽ അങ്ങനെ കൈ കാണത്തില്ലല്ലോ. പക്ഷെ ആവശ്യം മുഴുവൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കി തരും. പക്ഷേ അപ്പോൾ പപ്പ പറഞ്ഞു എനിക്ക് വേണ്ടടി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ വെച്ചോ, എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പപ്പ ഈ സാധനമൊക്കെ കൊടുത്താലാണ് ഇത് വർദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 200 രൂപ കൊടുത്തു തുടങ്ങിയതാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം. പിന്നെ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോടാണ് എൻ്റെ ഡിമാൻഡ് പറയാറ്. ഞാൻ പണ്ട് കോളേജിൽ പഠിപ്പിക്കാൻ നേരത്ത് അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എനിക്ക് നീ 35,000 തരുവാണെങ്കിൽ ഒരു 3,500 ദശാംശം കൊടുക്കാമല്ലോ എന്ന്. അന്ന് എൻ്റെ മുമ്പിലിരുന്ന പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ 30 എന്നാണ് പറഞ്ഞോളൂ. പക്ഷെ അച്ഛൻ അകത്ത് പോയി എഴുതി തന്ന എമൗണ്ട് 35 അപ്പോൾ അതുപോലെ ഫസ്റ്റ് ദൈവത്തോട് നമ്മൾ ഡിമാൻഡ് പറയുക. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതായത് ഇതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് ദൈവത്തോട് ആദ്യം ഒന്ന് ബോധിപ്പിച്ചാൽ തമ്പുരാൻ അത് തരും. പത്രമൊക്കെ കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ പത്രം കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കുറവ് ഇപ്പോഴും ഉണ്ട്. കാരണം അത് ഞാൻ ഓൺലൈനിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓൺലൈനിൽ വരുത്താനുള്ള സാഹചര്യമുണ്ട്. അല്ലാതെ എൻ്റെ കയ്യിൽ പത്രം കിട്ടിയാൽ അത് ഇരിക്കത്തില്ല. ഞാൻ ഹിന്ദിക്കാർക്കൊക്കെ ഞാൻ ഭോപ്പാലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കോളേജിൽ MSc നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ഞാൻ താള് കീറി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ കൂടും. എൻ്റെ പള്ളിയിലാണെങ്കിലും ഈ ബോയ്സൊക്കെ പിള്ളേരൊക്കെ വന്ന് അങ്ങനെ സാക്ഷ്യം 4 ആൾ കൂടുന്നോർത്ത് എന്തായാലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. അപ്പോൾ പറഞ്ഞപ്പം ഒരു ദിവസം എൻ്റെ കയ്യിൽ ബാക്കി ഒരു പത്രമുണ്ട്. അതൊരു വണ്ടി തരുന്നു ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പത്രമാണ്. അപ്പോൾ ഒരു കൊച്ചു കൈ നീട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ കാരണം താളായിട്ടും കീറിയ പത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പോയപ്പം കൃപാസന പത്രം മലയാളം കൊണ്ടായിരുന്നു. അപ്പോൾ അവിടെ മലയാളികൾക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുക. അപ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരണം. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ചാൻസ് ആണല്ലോ. അപ്പോൾ കൃപാസന പത്രമായിട്ട് അവിടെ പോയി ആ വാതിൽക്ക് ഡോറിൻ്റെ അവിടെ നിന്നപ്പം അവൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കയ്യിൽ കുറേ കൃപാസന പത്രമൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ഇവിടെ കൊടുക്കാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു അത് ഇവിടെ എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചു ഇത് മൊത്തം കൊടുത്തു തീർത്തിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന്. അതുപോലെ തന്നെ കൈ ബാക്കി കെട്ടിയവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിർത്തി കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ വരുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമ്പോൾ എനിക്കറിയാം കുറേ പേര് ഇത് കൃപാസനത്തിന് എതിരാണ്. അപ്പോൾ ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തേക്കുന്ന ആൾ ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി നോക്കിക്കും നിങ്ങളെ എങ്ങോട്ടാന്ന്. അപ്പം ഞാൻ എടുത്ത വഴിക്ക് ഞാൻ കാനഡയിൽ നിന്ന് വരുന്ന കൃപാസനത്തിലേക്ക് കൃപാസന മാതാവിന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ തൊട്ടടുത്തേക്കുന്ന ആളോട് സ്വല്പം ചെറിയ സ്വരത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ഒരു 100 മീറ്റർ ദൂരമുള്ള ഒരാളോട് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കിയേ പറയത്തുള്ളൂ. അപ്പം ആരെങ്കിലും കേൾക്കുമല്ലോ. കാരണം എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ദൈവസ്വാതന്ത്ര്യം, ദൈവസമാധാനം, ദൈവസംരക്ഷണവും. കൃപാസന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. Thanks to God and Madhav. Thanks.